എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് എന്നെ കാണാല്ലേ, അതാ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പഴയ പോലെ തന്നെ മുങ്ങിയെന്ന്. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ചെറുതായിട്ടൊരു പനി വന്നതാണ്. ഒരു ദിവസം ജസ്റ്റ് പനി വന്നു, പിറ്റേ ദിവസം ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ശബ്ദം അത്ര ശരിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ശബ്ദം തീരെ ഉഷാറില്ലാതെ ആയാലും നിങ്ങൾ ചോദിക്കുമല്ലോ, ഇതെന്ത് പറ്റി ഈ ഒരു ഉഷാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മഴ കൊണ്ടിട്ടൊന്നുമില്ല, എന്താ എനിക്ക് പനി വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ മാളവിന് ക്ലാസ്സൊക്കെ തുടങ്ങി. തിങ്കളും ചൊവ്വയും പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, ഇനി എന്നാ അമ്മ വെള്ളിയാഴ്ച എന്ന്. അത് കുറച്ച് ദിവസം ഇങ്ങനെ 3 മാസമൊക്കെ ഇയാൾക്ക് വെക്കേഷനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ തേർഡ് സെമസ്റ്ററാണ്, സെക്കൻഡ് ഇയർ. അപ്പോൾ കുറച്ചും കൂടിയും കൂടുതലൊക്കെ പഠിക്കാനുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പോകാൻ മടിയുള്ള ദിവസങ്ങൾ മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിരിക്കും സ്കൂളിൽ പോകാൻ മടി ഉണ്ടാവുക. ആ ദിവസങ്ങളിൽ രാവിലെ എണീറ്റിട്ട് വീട്ടിൽ അടുപ്പിൻ്റെ തിണ്ണമ്മ വന്നിരിക്കും. അതുമ്പോൾ കുറച്ചധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ ചെറുതായിട്ട് ചൂടടിച്ചിട്ട് നമ്മുടെ കഴുത്തിലൊക്കെ ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. അപ്പോൾ തന്നെ ആ ചൂട് പോണായിട്ട് മുമ്പ് അമ്മോട് ചെന്നിട്ട് കാണിച്ചു കൊടുക്കും, അമ്മ എനിക്ക് ഭയങ്കര ചൂട്, ഞാൻ ഇന്ന് പോകണില്ല, പനിയാൻ തോന്നുന്നുണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പനിയുള്ളവരൊന്നും വരണ്ടെന്ന്. അപ്പം അമ്മ പറയും, ഇത് പനിയൊന്നുമില്ല, ഇത് അടുപ്പിൻ്റെ അടുത്തിരുന്നിട്ടാ, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അങ്ങനെ നമ്മുടെ 18 അടവും ഒടിച്ചു മടക്കി കയ്യെ തരണ അമ്മയുടെ അടുത്ത് നമ്മുടെ ഒരടവും നടക്കില്ല. ഇന്നത്തിരി തിരക്കുള്ള ദിവസമാണ്. വീട്ടിൽ പണിക്ക് ഒരു ചേട്ടൻ വരും. അപ്പോൾ അതിന് മുമ്പ് രാവിലെ തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും പോവുക വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനുള്ള സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോരുകറി പിറ്റേ ദിവസമൊക്കെയാണല്ലോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു. അപ്പം ഇന്ന് രാവിലെ സാമ്പാർ, വറുത്തരച്ച സാമ്പാറല്ല കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഒരു ഈസി സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊടി സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. പൊടി എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ റെഡിമെയ്ഡ് പൊടിയൊന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഈ 4 ഐറ്റംസ്. അപ്പോൾ ചേട്ടനുള്ള ചായയും ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഈച്ചയുടെ ശല്യമാണെന്നേ. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് പെട്ടെന്ന് ചായ വന്ന് കഴിക്കാൻ പറയുകയാണ്. അപ്പോൾ ആളാണെങ്കിലോ, ഞാൻ ഇന്നാൾ വാങ്ങിച്ച ആ കത്തരയില്ലേ ട്രിമ്മർ, അത് വെച്ചിട്ട് ചായ മനസ്സ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും അതും കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന്. കാരണം അത് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ ഒരു മതിലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇത് കട്ട് ചെയ്യണേ. കൈയോടെ അത് അവസാനിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചായ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് പോകും തോറും ഈ താഴേക്കുള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വലിയൊരു കോലിൻ്റെ അറ്റത്ത് നിറയെ തൂപ്പ് പോലെയായി തീരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെറിയ ഉയരത്തിൽ തന്നെ ഇങ്ങനെ വെട്ടി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല രസത്തിൽ ഇങ്ങനെ കാവടി പോലെയൊക്കെ നിൽക്കൂട്ട. അതുപോലെ തന്നെ ഇതിൻ്റെ തളിരലയാണ് എപ്പോഴും തോരൻ വയ്ക്കാനൊക്കെ നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ വലിയ മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തളിരലകൾ കിട്ടും. കുറേ പ്രാവശ്യമില്ലേ, ആരോ എൻ്റെ അടുത്ത് ഇതാന്ന് പറഞ്ഞ ചേച്ചിയെന്ന് തോന്നുന്നു, ചായ മത്സരം തോരൻ വയ്ക്കാനായിട്ട് പറയുന്നു. വേഗം തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല മഴക്കാരാണ് വരണേ. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയും വെട്ടി നിർത്തിയോണ്ട് അതായത് ഇങ്ങനെ നിറയെ തളിരായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അതിൻ്റെ തലപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കറി വയ്ക്കും. അപ്പോൾ വീണ്ടും നല്ല അങ്ങനെ ബുഷിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് അതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇല പൊട്ടിയിട്ട് നല്ല ബുഷിയായിട്ട് വരും. നല്ല മഴക്കാരും ഇരുട്ടുവാണത്. കാക്കകളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുക രാത്രിയായിന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അവരൊക്കെ മരക്കൊമ്പിലും ഒക്കെ ചെന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്കാരൊക്കെ പോയി, മഴയൊന്നും പെയ്തില്ല കേട്ടോ. മഴക്കാരൊക്കെ പോയി, വീണ്ടും നല്ല വെയിലുദിച്ചു. അപ്പോൾ ഞാൻ അടിച്ചു വരാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചൂല് കേട്ടോ. പുതിയ ചൂല് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. നമ്മുടെ വീട്ടിലൊരു പഴയ പൈപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. പൈപ്പ് എന്ന് വെച്ചാൽ ഈ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, വാഷ് ബേസിനും അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ബാത്റൂമിൽ ടാപ്പ് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ടാപ്പ്, ആ ടാപ്പ് പഴയത് ഒരെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ചൂല് വാങ്ങിച്ചത്. അതായത് ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കൊണ്ടുവരും. അവർ വണ്ടി കണ്ടാൽ നമുക്ക് പേടിയാവും, ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ലച്ചുവിനത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ
കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും, എല്ലാം മൾട്ടി കളറായിരിക്കും. അപ്പോൾ ആ വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ആൾ ചോദിച്ചു ഇങ്ങനെ പഴയ പൈപ്പ് വല്ലതും ഉണ്ടെങ്കിൽ പകരത്തിന് എന്തെങ്കിലും സാധനം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പഴയ പൈപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 180 രൂപ അങ്ങോട്ട് തന്നു ആൾ. പിന്നെ ഒരു 20 രൂപയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ 200 രൂപയ്ക്കാണ് ഈ ചൂല് മേടിച്ചത് കേട്ടോ. ഞാൻ അടിപൊളിയാട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാധാരണ മറ്റേ പുല്ലിൻ്റെ ചൂലൊക്കെ ആകുമ്പോൾ അതിൻ്റെ പൊടി വീഴും, അതുപോലെ തന്നെ അത് ഒടിഞ്ഞു വീഴും. നേരെ മറിച്ച് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രസൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നൈസ് പൊടി വരെ നല്ല അടിപൊളിയായിട്ട് പോരും. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ റൂം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ റബ്ബ് ചെയ്തിട്ട് അഴുക്കൊക്കെ കളയണത് നല്ലതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണറുകളൊക്കെ ഉണ്ടല്ലോ, വാതിലിൻ്റെ കട്ടിലപ്പടിയുടെയൊക്കെ മൂലഭാഗങ്ങളിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നന്നായിട്ട് തുടച്ച് ഫാനിട്ട് ഉണക്കി എടുക്കണം. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കിനിഞ്ഞിറങ്ങിപ്പോയിട്ട് പിന്നെ ചെതൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ അധികം വെള്ളം നമ്മൾ കോരി ഒഴിക്കരുത്, അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആവശ്യത്തിന് മിതമായിട്ട് വെള്ളമൊഴിച്ച് നന്നായി റബ്ബ് ചെയ്ത് കഴുകിയെടുത്തിട്ട് അത് വടിച്ചെടുക്കുക. അതിന് ശേഷം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വൈപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെള്ളം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പൊടി നൈസ് പൊടിയും കാര്യങ്ങളും പിന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടി ശരിയാക്കിയത് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം അങ്ങ് അടിച്ച് കഴുകാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം ഓരോരോ റൂമുകളായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാനിവിടെ ലച്ചുവിനെ പ്രസവത്തിന് പോണേക്കാൻ മുമ്പ് ഇതുപോലെ എല്ലാ റൂമും വൃത്തിയാക്കി ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ടാണ് ഞാൻ പോയത്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയാവുക, കാരണം നമ്മൾ എന്തെങ്കിലും സോപ്പ് ലിക്വിഡ് ഒഴിച്ചിട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അന്ന് അത്യാവശ്യം എനിക്ക് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, 9 മാസമൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇത്രയും സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ നടന്നിട്ടാണ് ഇതൊക്കെ ഉരച്ച് കഴുകിയത്. പക്ഷേ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടാണല്ലോ നടക്കുക, പതുക്കെ പതുക്കെ അങ്ങനെ നടക്കുക. അതൊക്കെ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ അടുപ്പിൻ്റെ അവിടെയും കുറേ വിറക് എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അമ്മയും ഭരതനും തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വിറകൊക്കെ സൗകര്യത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഫുള്ളും വിറക് വാങ്ങിച്ചത് ഉണക്കി മഞ്ഞക്കി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ അടുപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫുള്ളും വിറകും ഞാൻ അടുക്കി വെച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. എന്നിട്ട് എന്താ പറയുക, അതുപോലെ പാത്രങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പാത്രങ്ങൾ നമുക്ക് എക്സസൈസായിട്ട് കുറേ പാത്രങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്ന് ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി മുകളിലേക്ക് കയറ്റി വെച്ച് അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം താഴെ പെരുമാറാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനും കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട് സെറ്റായിട്ടാണ് ഞാൻ ലച്ചുവിൻ്റെ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ പോയത്. അത് കഴിഞ്ഞ് പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും വീണ്ടും ആകെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം വെള്ളം നമ്മൾ കോരി ഒഴിക്കുന്നില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല സുഖമാണെന്ന്, പെട്ടെന്ന് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോന്ന് കിട്ടും. ഇതിൻ്റെ താഴെന്ന് വെച്ചാൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അൺബോക്സിങ് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകണ സ്പോഞ്ചിൻ്റെ അപ്പുറത്തുള്ള ആ ഗ്രീനില്ലേ, അതിൻ്റെ ഇത്തിരി തിക്കായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം അവിടെ കട്ടിലുമ്മ പോയി, അപ്പോൾ അതൊന്ന് തട്ടിയിടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടമാനം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ റൂമിൻ്റെ വാതിലിൻ്റെ അപ്പുറത്തേക്ക് ഒഴുകിപ്പോവും. അതുപോലെ തന്നെ ഈ കട്ടിലയുടെ കോർണറിൽ ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഭരതട്ടൻ പണ്ട് ആരെ ഓർമ്മയില്ല ഒരു വീട് പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വീട്ടിൽ ഗുജറാത്തിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഡെയിലി വീട് അടിച്ച് കഴുകുന്നു. സാധാരണ നമ്മൾ അടിച്ചു വാരി തുടയ്ക്കണ പോലെ അവർ ഡെയിലി അടിച്ച് കഴുകിയിട്ട് എല്ലാ കട്ടിലകൾ അതുപോലെ തന്നെ കട്ടിലിൻ്റെ കാലുകളൊക്കെ ദ്രവിച്ചു പോയി. അപ്പോൾ ഭരതട്ടൻ അയ്യോ എല്ലാ ദിവസവും അങ്ങനെ അടിച്ച് വെള്ളമാക്കരുത്, അങ്ങനെ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കുറച്ച് എന്നിട്ട് നന്നായി വെള്ളം തുടച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കേടുവരില്ലേ. അപ്പോൾ ചിലവർക്ക് ഭയങ്കര വൃത്തിയായിരിക്കും, വൃത്തി അങ്ങനെ കൂടിയാലും ബുദ്ധിമുട്ടാണ്. നമ്മൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീട് പഴയ മോഡലൊരു വീടാണ്, അതായത് പണ്ടത്തെ വീട്. അപ്പോൾ അവിടെയൊക്കെ എല്ലാ റൂമിനും ഇങ്ങനെ ഹോസ് ഇട്ടിട്ടുണ്ടാവും, ചെറിയൊരു ഹോളിട്ടിട്ട് അതിന് പുറത്തേക്കൊരു ചെറിയ PVC പൈപ്പ്,
ചെറുതട്ടാ തീരെ വട്ടം കുറഞ്ഞ PVC പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊരു എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അടയ്ക്കും, അകത്തുനിന്നുള്ള ആ ഹോൾ അടയ്ക്കും. കാരണം അതിൽ കൂടെ വല്ലതൊക്കെ അരിച്ച് വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഹോൾ അടയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് കഴുകി, അപ്പോൾ സുഖമാണ്. നമ്മൾ അടിച്ച് കഴുകുമ്പോൾ അങ്ങോട്ട് സ്ലോപ്പ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ അടിച്ച് കഴുകി വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാനായിട്ട്. സ്ലോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഓവൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു ഇർക്കിളി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അത് കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അടിച്ച് ഭംഗിയാക്കി കഴുകാറുണ്ട് കേട്ടോ. അച്ഛനും ചേട്ടനൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ പോകുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ റൂമും അടിച്ച് കഴുകി വൃത്തിയാക്കി, മാറാലൊക്കെ അടിച്ച് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഫ്ലോർ ഇതുപോലെ അടിച്ച് കഴുകി ഭംഗിയാക്കും. ഇപ്പോഴത്തെ വീടുകൾക്കൊന്നും അങ്ങനെ ആരും വെള്ളം പോകാനായിട്ട് അങ്ങനെ ഹോളൊന്നും ഇടില്ല. അപ്പം നമുക്കിവിടെ അടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് സ്ലോപ്പുമാണ്. അപ്പോൾ അങ്ങോട്ട് അടിച്ചാക്കാനായിട്ട് വേണ്ട, അവിടേക്ക് വെള്ളം അടിച്ചാക്കാനായിട്ട് എളുപ്പമാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വെള്ളം കൂടുതലായി, പക്ഷേ ഞാൻ മൊത്തം അത് വൈപ്പ് ചെയ്ത് കളയും. അതുപോലെ തന്നെ വെള്ളം എക്സസ് ഉള്ളത് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഫാനൊക്കെ ഇട്ട് ഉണക്കിയെടുക്കും കേട്ടോ. അപ്പോൾ കട്ടിൽ അപ്പുറവും ഇപ്പുറവും ആയതുകൊണ്ട് തന്നെ കട്ടിൽ പുറത്തേക്ക് എടുത്തിടാൻ പറ്റില്ല. കാരണം ഈ കട്ടിൽ നമ്മുടെ കട്ടിലപ്പടിയുടെ വണ്ണത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കട്ടിൽ റൂമിൽ വെച്ചിട്ട് അസംബിൾ ചെയ്ത സംഭവമാണ്. പിന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിലും പിന്നെ 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ പുറത്തേക്ക് കിടത്താനായിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഈ സൈഡ് ഒരു സൈഡ് ക്ലീൻ ചെയ്യും, കട്ടിൽ അങ്ങോട്ട് നീക്കിയിടും, ഇപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്യും, തുടച്ച് ഉണങ്ങി ഭംഗിയായതിന് ശേഷം കട്ടിൽ പഴയ സ്ഥാനത്തേക്ക് തന്നെ ഇടും കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൻ്റെ പാൻറ്റിൻ്റെ തുമ്പത്തൊക്കെ നിറയെ വെള്ളമാവുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് കയറ്റി വെച്ചതാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വെള്ളം വാർന്ന് പോകും കേട്ടോ. അപ്പോൾ ഈ ശബരിമലയ്ക്ക് വേണ്ടി വീടൊക്കെ വൃത്തിയാക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പുതപ്പും തലേണ കവറും ബെഡ്ഷീറ്റും എല്ലാം നമ്മൾ കഴുകും. അത് കഴുകണത് തോട്ടിൽ കൊണ്ടുപോയിട്ടാണ് കഴുകുക. അപ്പോൾ തോട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകുമ്പോൾ നമ്മൾ ചേച്ചിമാരൊക്കെ ആവും കഴുകുകയൊക്കെ ചെയ്യാം. നമ്മൾ വെള്ളത്തിൽ കളിയും നീന്താനൊന്നും അറിയില്ല, എന്നാലും വെള്ളത്തിൽ കിടന്ന് തുള്ളലും മറയലും ഒക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും കൊണ്ടുവന്ന അലക്കാനുള്ള സോപ്പൊക്കെ വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് അലക്കി വൃത്തിയാക്കിയതിന് ശേഷം അതൊക്കെ പിഴിഞ്ഞ് തോടിന് അവിടെ പാലത്തിന് കൈവരിയുണ്ട്, ആ കൈവരിമേ ഫുള്ള് ഉണങ്ങാനിട്ടിട്ട് എല്ലാവരും കുളിക്കും. കുളിക്കുക എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് കുളിച്ച് കയറില്ല, അവിടെ കളിയും കുളിയും ഒക്കെ കൂടിയിട്ടാണ്. നീന്തലും ചേച്ചിമാർക്കൊക്കെ നീന്താനൊക്കെ അറിയാം. അപ്പോൾ നീന്തലും ഒക്കെ ആയിട്ട് അവസാനം അമ്മയുടെ വിളി കേൾക്കുമ്പോഴാണ് എല്ലാം കെട്ടിപ്പറക്കിയിട്ട് ഓടുക. മിക്കവാറും അപ്പോൾ നേരെ വൈകിയതിന് ചീത്ത ഒരു ഡോസ് കിട്ടും, പിന്നെ സോപ്പ് പോയി എൻ്റെ ഡോസ് വേറെ കിട്ടും. അങ്ങനെ ചോറൊന്നും ഉണ്ടാവും, വയറ് നിറയുള്ള വക അമ്മ എടുത്തു വച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പോൾ പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വെക്കേഷനൊക്കെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്നാലും ഒന്ന് തോടുന്ന് കാണാൻ പോലൊരു ചടങ്ങാണ് കേട്ടോ. അതൊരു നൊസ്റ്റാൾജിയാണ്. പിള്ളേരെയും എല്ലാവരെയും കൊണ്ടുപോയി തോട്ടിൽ പോയി അവിടെ പോയി കുറച്ച് ഫോട്ടോ എടുക്കും, പിന്നെ തോട്ടിൽ വെള്ളത്തിലൊക്കെ തിരിഞ്ഞിറങ്ങും. അങ്ങനെ ഇപ്പം അവിടെ കൊണ്ടുപോയി അലക്കണവരൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പം എല്ലാവരും വീട്ടിലൊക്കെ അലക്കുകയല്ലേ ചെയ്യാം. അതുപോലെ തന്നെ അത്രയും ചിട്ടവട്ടങ്ങളൊക്കെ നോക്കിയിട്ട് മലയ്ക്ക് പോകലും കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പഴയ ആചാരങ്ങളൊക്കെ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പോൾ പുതിയ മോപ്പ് ഞാൻ എടുത്തു. കാരണം നമ്മൾ സ്ഥിരം തുടച്ച് അതിന് വല്ലാതെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അതിന് നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം. ഇപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ സോഡാപ്പൊടി ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ മോപ്പ് ഇട്ട് വെച്ചാൽ നന്നായിട്ട് അഴുക്കും അണുക്കളും എല്ലാം പോവും. അപ്പോൾ ഇവിടെ സോഡാപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി വാങ്ങിച്ചിട്ട് വേണം. അപ്പം ജസ്റ്റ് ഞാൻ പുതിയൊരു മോപ്പിൻ്റെ ഹെഡ് എടുത്തിട്ടു. നമ്മൾ മുന്നേ മോപ്പ് മേടിച്ചതിൻ്റെ കൂടെ ഒരു 10-12ഓളം സ്പെയറുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഞാൻ ഈ മോപ്പ് സ്റ്റിക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ ഹെഡിന് പാകാവണില്ല, ഈ സ്പെയർ കിട്ടിയതൊന്നും പാകാവണില്ല. പക്ഷേ ഇപ്പോൾ വാങ്ങിച്ച ഈ മോപ്പിന് പണ്ടത്തെ സ്പെയറുകൾ അതിൻ്റെ വട്ടം കറക്റ്റാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം 10-12 അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിന് പകരം അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നന്നായി വൃത്തിയാക്കി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ നല്ല മോപ്പ് എടുത്തിടുകയാണെങ്കിൽ എല്ലാ അഴുക്കും അതിൽ പോന്ന് കിട്ടും കേട്ടോ പുതിയതായിട്ടിടുമ്പോൾ. അതുപോലെ തന്നെ ബെഡ് നിവർത്തിയിട്ടൊക്കെയായിരുന്നു ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ബെഡിലൊക്കെ വെള്ളമാവണ്ടെന്ന് വിചാരിച്ചിട്ട് മടക്കി വെച്ച്. ഇത് ഖാദിയുടെ ഒരു കിടക്കയാണ്. നമ്മുടെ മറ്റേ ടൈപ്പ് ബെഡൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മടക്കി വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു. നമ്മുടെ വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ കിടക്കൊക്കെ മടക്കി വയ്ക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ.
നമ്മളപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് സിനിമാ നടിമാരും നായികമാരൊക്കെ വല്ല വിഷമം വരുമ്പോഴോ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലൊക്കെ ഓടി വന്നിട്ട് ആ നിവർത്തിയിട്ട് കിടക്കയിൽ അങ്ങ് കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഷോ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കിടക്ക രാവിലെ തന്നെ മടക്കി വെക്കണ കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓടി വന്നതിൽ അങ്ങ് കിടക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ്, രാവിലെ കിടക്കാൻ മടക്കാതെ അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് അമ്മ എന്തെങ്കിലും പറഞ്ഞ ചീത്ത പറയുമ്പോൾ ഓടി ചെന്ന് അതിൽ കിടന്ന് കരയാൻ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു അത്. പക്ഷേ വേറൊരു കാരണം വേണ്ടി വന്നില്ല, ഈ കിടക്കാൻ മടക്കാത്ത കാരണം പറഞ്ഞിട്ട് അമ്മ എന്നെ നല്ല ചീത്ത പറഞ്ഞു. അപ്പോൾ വന്ന് കിടക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല, വേഗം അത് മടക്കി വെച്ചിട്ട്. അല്ല പിന്നെ സിനിമയിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം കാണിക്കും, നമ്മളതൊന്നും കണ്ട് അനുകരിക്കാൻ നിൽക്കരുത് എന്നുള്ള ഒരു വലിയൊരു പാഠം ഞാൻ അന്ന് ഉച്ചയ്ക്ക് പഠിച്ചു. പിന്നെ ഞാൻ നന്നായിട്ടാ, പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തു നോക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടേബിൾ ലാമ്പും എനിക്ക് അങ്ങനെ ഒരു മോഹമായിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചിന്തിക്കാനുണ്ടെങ്കിൽ ഒരു കസേരയും മേശയും അതുമ്പോൾ ഒരു ടേബിൾ ലാമ്പും ഉണ്ടാവും. അതിൻ്റെ സ്വിച്ച് ഓണാക്കുക ഓഫാക്കുക ഓണാക്കുക ഓഫാക്കുക. പക്ഷെ നമ്മളെ മുഖത്തൊരു ഭാവവും വരരുതിട്ട, നമ്മുടെ കൈ മാത്രം ഓൺ ഓഫ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ ഭയങ്കര എന്താ പറയുക, കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ അനങ്ങാതെ നമ്മളിങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഈ സ്വിച്ച് ഓണാക്കും ഓഫാക്കും മാത്രം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതെനിക്കൊരു ഭയങ്കര മോഹമായിരുന്നു. പക്ഷേ അങ്ങനെ ടേബിൾ ലാമ്പൊന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് എനിക്കൊരു ടേബിൾ ലാമ്പ് പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇത് കൊള്ളാലോ, എന്തെങ്കിലുമൊക്കെ ആലോചിക്കാണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടേബിൾ ലാമ്പ് കിട്ടിയതിന് ശേഷമാണെന്ന് അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കാനുണ്ടായി. അപ്പോൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇനി ആ റൂമൊക്കെ നന്നായി ഫാനൊക്കെ ഇട്ട് ഉണങ്ങി വൃത്തിയായതിന് ശേഷം മാത്രം ആ മേശയും സംഭവങ്ങളെല്ലാതും തിരിച്ചതുപോലെ തന്നെ എടുത്തിടണം. അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് അത് ചെയ്യുള്ളൂ, നന്നായി ഉണങ്ങി ഡ്രൈ ആയതിന് ശേഷം. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ ആയിട്ട് ഓടി വരാം. അപ്പോൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ബായ്.